വാരണാസിയിലെ ലാൽ ബഹദൂർ ശാസ്ത്രി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ എയർ ഇന്ത്യ എക്സ്പ്രസ് യാത്രക്കാരന്റെ പക്കലുണ്ടായിരുന്ന തോക്കിൽ നിന്ന് അബദ്ധത്തിൽ വെടിപൊട്ടി 2 സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റ സംഭവം രാജ്യത്തുടനീളം വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. ഈ സംഭവം സാധാരണക്കാരായ യാത്രക്കാരിൽ വലിയ ആശങ്കയ്ക്കും അതോടൊപ്പം നിരവധി സംശയങ്ങൾക്കും കാരണമായിട്ടുണ്ട്. ഒരു വ്യക്തിക്ക് ഇന്ത്യയിൽ വിമാനമാർഗം തോക്കോ മറ്റ് മാരകായുധങ്ങളോ കൈവശം വയ്ക്കാൻ അനുവാദമുണ്ടോ? ഇതിനായി വ്യോമയാന മന്ത്രാലയവും ബ്യൂറോ ഓഫ് സിവിൽ ഏവിയേഷൻ സെക്യൂരിറ്റിയും മുന്നോട്ട് വയ്ക്കുന്ന കർശനമായ നിയമങ്ങൾ എന്തൊക്കെയാണ്? മുംബൈയിലേക്ക് സർവീസ് നടത്തുന്ന എയർ ഇന്ത്യ എക്സ്പ്രസ് IX1810 വിമാനത്തിൽ യാത്ര ചെയ്യാനായി ഭാര്യയോടൊപ്പം എത്തിയ അസംഗഡ് സ്വദേശിയായ കമലേഷ് കേദാർനാഥ് റായ് എന്ന യാത്രക്കാരനാണ് സംഭവത്തിന് പിന്നിൽ. സ്വന്തമായി ലൈസൻസ് ഉള്ള 7.62 mm പിസ്റ്റളും 21 വെടിയുണ്ടകളുമാണ് ഇയാൾ കൈവശം വെച്ചിരുന്നത്. വിമാനത്താവളത്തിലെ ചെക്ക് ഇൻ കൗണ്ടറിൽ താൻ ആയുധം കൈവശം വെച്ചിട്ടുണ്ടെന്ന് ഇയാൾ കൃത്യമായി അധികൃതരെ അറിയിച്ചു. നിയമപ്രകാരം ആയുധ പരിശോധന നടത്തുന്നതിനായി ഇയാളെ പ്രത്യേക സ്ക്രീനിംഗ് ഏരിയയിലേക്ക് ഉദ്യോഗസ്ഥർ കൂട്ടിക്കൊണ്ടുപോയി. എന്നാൽ പരിശോധന വേളയിൽ തോക്കിൽ വെടിയുണ്ട ഒന്നുമില്ലെന്ന് ഉറപ്പുവരുത്തുന്നതിനായി തോക്കിന്റെ മാഗസിൻ മാറ്റിയ ശേഷം റായ് ട്രിഗർ അമർത്തുകയായിരുന്നു. തോക്കിന്റെ ചേംബറിൽ ഒരു വെടിയുണ്ട ശേഷിച്ചിരുന്നുവെന്ന കാര്യം ഇയാൾ ശ്രദ്ധിച്ചിരുന്നില്ല. ട്രിഗർ അമർത്തിയതും വെടിയുതിരുകയും ഉണ്ട തറയിൽ തട്ടി ചിതറി സ്ക്രീനിംഗ് ജീവനക്കാരായ സുമൻ കുമാരിയുടെ കാലിലും രോഹിത് രാജിന്റെ കൈവിരലിലും കൊള്ളുകയായിരുന്നു. പരിക്കേറ്റ ഉദ്യോഗസ്ഥരെ ഉടൻ തന്നെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഭവത്തിൽ ഭാരതീയ ന്യായ സംഹിത അനുസരിച്ച് അശ്രദ്ധമായി ജീവന് അപായമുണ്ടാക്കാൻ ശ്രമിച്ചതിന് പോലീസ് കേസെടുക്കുകയും യാത്രക്കാരനെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. ഇന്ത്യൻ സിവിൽ ഏവിയേഷൻ നിയമങ്ങളനുസരിച്ച് സാധാരണക്കാർക്ക് വിമാനയാത്രയിൽ കൈവശമോ ക്യാബിൻ ബാഗേജിലോ യാതൊരു കാരണവശാലും തോക്കുകളോ മറ്റ് മാരകായുധങ്ങളോ കൊണ്ടുപോകാൻ അനുവാദമില്ല. എന്നാൽ സാധുവായ ലൈസൻസ് ഉള്ള വ്യക്തികൾക്ക് നിർദ്ദിഷ്ട മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് ചെക്ക് ഇൻ ബാഗേജിലൂടെ, അതായത് വിമാനത്തിന്റെ കാർഗോ ഹോൾഡിലൂടെ തോക്ക് കൊണ്ടുപോകാൻ അനുമതിയുണ്ട്. ഇതിനായി യാത്രക്കാരൻ ചില കർശനമായ ഘട്ടങ്ങൾ പാലിക്കേണ്ടതുണ്ട്. വിമാനത്താവളത്തിലെത്തുമ്പോൾ തന്നെ ചെക്ക് ഇൻ കൗണ്ടറിൽ താൻ ആയുധം കൈവശം വെച്ചിട്ടുണ്ടെന്ന വിവരം എയർലൈൻ അധികൃതരെ അറിയിക്കണം, അതായത് ഡിക്ലറേഷൻ. ലൈസൻസ് രേഖകൾ, തിരിച്ചറിയൽ രേഖകൾ എന്നിവ സമർപ്പിക്കുകയും വേണം. ഇതിനുശേഷം എയർലൈൻ സെക്യൂരിറ്റി ഉദ്യോഗസ്ഥരുടെ മേൽനോട്ടത്തിൽ മാത്രമായിരിക്കും തോക്കിന്റെ പരിശോധന നടക്കുക. വ്യോമയാന സുരക്ഷാ നിയമങ്ങൾ അനുസരിച്ച് കൊണ്ടുപോകുന്ന തോക്ക് പൂർണ്ണമായും ലോഡ് ചെയ്യാത്ത അവസ്ഥയിലായിരിക്കണം. അതായത് തോക്കിന്റെ മാഗസിനിലോ ചേംബറിലോ ഒരു വെടിയുണ്ട പോലും ഉണ്ടാകാൻ പാടില്ല. ഇതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം ലൈസൻസ് ഉടമയ്ക്കാണ്. തോക്കും വെടിയുണ്ടകളും ഒന്നിച്ച് പാക്ക് ചെയ്യാൻ പാടില്ല. അവ വെവ്വേറെയും സുരക്ഷിതമായി പൂട്ടിയ പെട്ടികളിലും സൂക്ഷിക്കണം. സാധാരണയായി ഒരു യാത്രക്കാരന് ഒരു തോക്കും പരമാവധി 50 വെടിയുണ്ടകളും മാത്രമേ കൊണ്ടുപോകാൻ അനുവാദമുള്ളൂ. വെടിയുണ്ടകൾ അടിയന്തര സാഹചര്യത്തിൽ അപകടമുണ്ടാക്കാത്ത വിധം കടുപ്പമുള്ള പെട്ടികളിൽ വായു കടക്കാത്ത രീതിയിൽ പാക്ക് ചെയ്തിരിക്കണം. സാധാരണ യാത്രക്കാരിൽ നിന്ന് ഇത്തരത്തിൽ ആയുധങ്ങൾ കൊണ്ടുപോകുന്നതിന് എയർലൈനുകൾ നിശ്ചിത ഹാൻഡ്ലിംഗ് ചാർജ് ഈടാക്കാറുണ്ട്. ആഭ്യന്തര സർവീസുകളിൽ ഏകദേശം 5000 രൂപയും അന്താരാഷ്ട്ര സർവീസുകളിൽ $100 ആ തുക. എന്നാൽ പ്രതിരോധ സേനാംഗങ്ങൾ, പോലീസ്, VVIP സുരക്ഷാ ഉദ്യോഗസ്ഥർ, രാജ്യത്തെ പ്രതിനിധീകരിക്കുന്ന കായിക താരങ്ങൾ, അതായത് ഷൂട്ടേഴ്സ് എന്നിവർക്ക് ഇതിൽ ഇളവുകളുമുണ്ട്. വാരണാസിയിലെ സംഭവത്തിൽ ബ്യൂറോ ഓഫ് സിവിൽ ഏവിയേഷൻ സെക്യൂരിറ്റി ഉന്നതതല അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ലൈസൻസ് ഉള്ള ആയുധമാണെങ്കിൽ പോലും ഒരു സുരക്ഷാ കേന്ദ്രത്തിനുള്ളിൽ വെച്ച് ട്രിഗർ അമർത്താൻ യാത്രക്കാരൻ കാണിച്ച അശ്രദ്ധ വലിയ സുരക്ഷാ വീഴ്ചയായാണ് വിലയിരുത്തപ്പെടുന്നത്. തോക്കിന്റെ ചേംബർ ക്ലിയർ ചെയ്യേണ്ട പ്രാഥമിക ഉത്തരവാദിത്തം ആയുധ ഉടമയ്ക്കാണ്. സുരക്ഷിതമായ വിമാനയാത്രയ്ക്ക് ആയുധങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ കൂടുതൽ ജാഗ്രത അത്യന്താപേക്ഷിതമാണ്. കൃത്യമായ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിൽ വരുത്തുന്ന ചെറിയൊരു അശ്രദ്ധ പോലും വലിയ ദുരന്തങ്ങൾക്ക് വഴിവെക്കാം എന്നതിന്റെ തെളിവാണ് വാരണാസി വിമാനത്താവളത്തിൽ നടന്ന ഈ സംഭവം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.